കൊച്ചു വാഴകളുടെ ഇടയ്ക്കൂടെ ഒരു കുട്ടി കർഷകൻ പോകുന്നുണ്ട്. 8 വയസ്സ് മാത്രം പ്രായമുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന നന്ദു. നന്ദു ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആ, ആർക്കൊക്കെ കൊടുക്കും? കല്യാണത്തിന്. ആ, ആളുകളൊക്കെ വരാറുണ്ടോ നന്ദുവിന്റെ ഇല വാങ്ങിക്കേ? ഉണ്ടോ? അത് ശരി. അതിന് ആളുകളൊക്കെ വരുമ്പോ എന്താ പറയാ, നന്ദു ഈ കൊച്ചു കുഞ്ഞിങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് പോകുമ്പോ എല്ലാരും അതിശയത്തോടെ നോക്കാറുണ്ടോ? ആ, നല്ല കുട്ടിയാന്ന് പറയാറുണ്ടോ? ആ, സ്കൂളിൽ ടീച്ചർമാരൊക്കെ അറിയാമോ? ആ, ടീച്ചർമാരൊക്കെ എന്താ പറയും? നല്ല കാര്യമാന്ന് പറയും. ഞാനേ ഇപ്പൊ നിൽക്കുന്നത് ഒരു ഓമനത്തുള്ളൊരു കൊച്ചു കുഞ്ഞിന്റെ കൂടെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോൾ അറിയാം. 8 വയസ്സേ ഉള്ളു, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പേരെന്താ മോനെ? പ്രിയനന്ദൻ. പ്രിയനന്ദൻ നല്ലൊരു കുട്ടി കർഷകനാണ്. കുട്ടി കർഷകന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതേപോലെ തന്നെ ഈ കുട്ടി കർഷകൻ വ്യത്യസ്തനാണ്, കൃഷി രീതിയും വ്യത്യസ്തനാണ്. അതിന് നമുക്ക് ഈ കുട്ടി കർഷകന്റെ കൃഷിയിടത്തിലേക്ക് നമുക്ക് പോകാം. നന്ദു എന്തെടുക്കുക? ഇത് ഭയങ്കര പരിപാടിയല്ലേ. മോൻ എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. അന്നേരം എത്രാം ക്ലാസ്സിലാണ്? 3-ലോ? മോനെന്താ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആ, വാഴകൃഷിയിലൊക്കെ ഭയങ്കര താല്പര്യമാണോ? ആ, ഇല വെട്ടിയാൽ മാത്രമേ ഉള്ളൂ, ഇല വെട്ടി കെട്ടുവോ? ആണോ? നടാറുണ്ടോ? ആ, മോനെ നട്ടേ. അത് ശരി. അന്നേരം 3ാം ക്ലാസ്സിൽ വാഴകൃഷി നടത്തുന്ന നന്ദു അല്ലയോ? ആഹാ, അടിപൊളി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ മൊബൈലും കൊണ്ടൊക്കെ നടക്കുമ്പോൾ മോന് അച്ഛനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അച്ഛൻ സഹായിക്കുമോ മോനെ? സഹായിക്കോ? ഈ വാഴയില എന്തിനാ കൊണ്ടുപോകുന്നേ? പശുവിന് കൊടുക്കാനാണോ? പിന്നെ ആ, ആർക്കൊക്കെ കൊടുക്കുന്നത്? ആ, ആ, കല്യാണത്തിന്. ആ, ആളുകളൊക്കെ വരാറുണ്ടോ നന്ദുവിന്റെ ഇല വാങ്ങിക്കേ? ഉണ്ടോ? അത് ശരി. അതിന് ആളുകളൊക്കെ വരുമ്പോ എന്താ പറയാ, നന്ദു ഈ കൊച്ചു കുഞ്ഞിങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് പോകുമ്പോ എല്ലാരും അതിശയത്തോടെ നോക്കാറുണ്ടോ? ആ, നല്ല കുട്ടിയാന്ന് പറയാറുണ്ടോ? ആ, സ്കൂളിൽ ടീച്ചർമാരൊക്കെ അറിയാമോ? ആ, ടീച്ചർമാരൊക്കെ എന്താ പറയും? നല്ല കാര്യമാന്ന് പറയും. നന്ദുവിന് വേറെ ആരുണ്ട്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ. ചേച്ചിയാണോ അതോ ചേച്ചിയോ? ചേച്ചി എത്രല്ല പഠിക്കുന്നേ? ആ, അത് ശരി. അതായത് നന്ദുവിനെ സഹായിക്കാനൊക്കെ വരുമോ? ചേച്ചിയും വരും. ആഹാ, അച്ഛൻ എങ്ങനെയാ? അച്ഛൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ടോ? ഇലയൊക്കെ പൊട്ടി പോകുമ്പോ അച്ഛൻ ദേഷ്യപ്പെടുവോ? കാരണം അച്ഛൻ വന്നല്ലോ. അച്ഛൻ എങ്ങനെയുണ്ട് നന്ദുവിന്റെ വാഴകൃഷിയൊക്കെ? നമ്മുടെ മെയിൻ സഹായി. ആണോ? മെയിൻ സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു എമർജൻസി ഓർഡർ ഉള്ള സമയത്ത്, നന്ദു ഉള്ള സമയത്താണെങ്കിൽ നന്ദു ഇല വെട്ടും, അത്യാവശ്യം കെട്ടും. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്ക്, വീട്ടിലെ ആളില്ലാത്ത സമയത്താ പുള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്ന ഇലയാണെങ്കിലും അല്ലെങ്കിൽ ഒരു 100 ഇല കെട്ടാത്ത ഇലയാണെങ്കിലും പുള്ളി തന്നെ കെട്ടിക്കൊടുത്ത് അതിന്റെ പൈസ കൃത്യമായിട്ട് കണക്ക് വഴി പറഞ്ഞു 100%. അല്ലെങ്കിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വന്നു നോക്കിയാൽ എല്ലാ സമയത്തും. അത് നല്ല കാര്യമാണല്ലേ. ഇപ്പൊ ഞാനുള്ളപ്പോഴാണെങ്കിൽ പൈസ ഇല്ല, നിങ്ങൾക്ക് പൈസ പിന്നെ തരാന്ന് പറഞ്ഞാൽ ഇല കൊണ്ടുപോകാം. അപ്പൊ അവനാന്നുണ്ടെന്നുണ്ടെങ്കിൽ പൈസ മുമ്പേ കൊടുത്തതിന് ശേഷം കൊണ്ടുപോകാൻ പറ്റില്ല. പുള്ളി കടവില്ല. പുള്ളി അത്യാവശ്യം കാര്യങ്ങള് അല്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഉള്ളത്. അല്ല, ഈ വന്ന കാലത്ത് പിള്ളേർ മൊബൈലുമായിട്ടൊക്കെ നടക്കുമ്പോഴേ ഇവന് മൊബൈലൊക്കെ കൈകാര്യം ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഇപ്പൊ നമ്മളെ ഒരു തിരക്ക് ഇത് പിന്നെ ഇത് സമയത്ത് കുറച്ച് ഇല കെട്ടാനുണ്ടോ എടുക്കാനുണ്ടോ അതെല്ലാം പുള്ളി വാഴ വെട്ടി കളയരുത്, സോറി, പുള്ളി കൈകാര്യം ചെയ്യും. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും. പിന്നെ ഇവിടെ വരുമ്പം ഇതിന്റെ വെള്ളത്തിന് മോട്ടർ അടിയിലും കാര്യങ്ങളും എല്ലാ കാര്യവും എല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. കൊച്ചു കുട്ടി കർഷകനാണല്ലേ? അതാണ് എല്ലാം. പുള്ളിക്ക് അതിനോട് നല്ല താല്പര്യം. അതിനോടെ ഉള്ളു താല്പര്യം. അതിലൂടെ ഉള്ളു താല്പര്യം. അത് നല്ല താല്പര്യം. പാതയിലൂടെ പിന്തുടരുകയാണ്. പഠിക്കാനൊന്നും മോശമൊന്നും അല്ല, ആന്നല്ല, പഠിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഏറ്റവും കൂടുതൽ താല്പര്യം കൃഷിയാ. ഇപ്പം അതുകൊണ്ട് തന്നെ ഈ നമുക്ക് വരുന്ന ഓർഡറുകളെല്ലാം എല്ലാ ഓർഡറുകളും പുള്ളി എഴുതുന്ന, ആ ഓർഡറെല്ലാം പുള്ളി എഴുതുന്ന, നമ്മുടെ കണക്ക് അന്നന്ന് പോകുന്നതിന്റെ കണക്കുകൾ കാര്യങ്ങൾ പുള്ളി എഴുതുന്ന, മാസം എത്ര ഇല പോയി, എത്ര രൂപയുടെ ഇല വിറ്റു, അതെല്ലാം പുള്ളിയാ. അപ്പന് കള്ളം കാണിക്കാൻ ഒക്കത്തില്ല. എല്ലാ കാര്യവും. പിന്നെ
ഇപ്പൊ പൈസ തരാതെ ഒരാളെല്ലാം കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതിയിടും. നമ്മൾ വരുമ്പോൾ നമ്മളോട് പറയും ഇന്നാൾ പൈസ തരാനുണ്ട്, അവരെ വിളിക്കണം, അല്ലെ അവരുടെ ബില്ല് എഴുതി കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സഹായമാണ്. അല്ല, ഈ പ്രായത്തിൽ എന്ന് പറയുമ്പോഴേ നമ്മള് അത് നിസ്സാരമായി കളയേണ്ട കാര്യമല്ല. ഈ കൂട്ടത്തിൽ ഇങ്ങനെ നടന്നാണ്ടല്ലേ ചിരിച്ചോണ്ട് എല്ലാ കാര്യങ്ങളും അവന്റെ ചിരിക്ക് കൊടുക്കണമല്ലോ പൈസ. അവൻ അത്യാവശ്യം ഇല അടുക്കുന്ന നിങ്ങളെ കാണിക്കും, വീട്ടിലോട്ട് വന്നാൽ മതി. അതിപ്പോ ഇപ്പൊ എമർജൻസി ഇപ്പൊ ഓർഡർ വന്നിപ്പോ ഒരാൾ വിളിക്കുക, നമ്മളെ വിളിച്ചിട്ട് ഇപ്പൊ ഒരു 300 ഇല വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഫാമിലോട്ട് ഇനി വരാൻ പറയും. ഫാമിലോട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ വെട്ടും, അവൻ ഇവിടെ ഇരുന്ന് അടുക്കും. വണ്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് 300 ഇല അടുക്കി ഞാൻ വെട്ടിയിട്ട് കൊടുക്കും, അവൻ അടുക്കും. അന്നേരം തൂക്കി വണ്ടിയിൽ. അത് നമ്മുടെ ഈ ഇല എടുക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇല എടുക്കാൻ നമ്മുടെ വരുന്ന വീട്ടിൽ ഇല എടുക്കാൻ വരുന്ന ഹോട്ടലുകാർക്കും കാറ്ററിംഗുകാർക്കും എല്ലാവർക്കും അവനെ അറിയുകയും ചെയ്യാം, അവൻ ചെയ്യുന്ന ജോലി അറിയാം. അതെല്ലാവർക്കും പകൽ പോലെ സത്യമാണ്. നന്ദു നല്ല കർഷകനാണെന്നുള്ളത്. നല്ലൊരു കർഷക മൈൻഡാ. അതെ അതെ അതെ. കൊച്ചു വാഴകളുടെ ഇടയ്ക്കൂടെ ഒരു കുട്ടി കർഷകൻ പോകുന്നുണ്ട്. 8 വയസ്സ് മാത്രം പ്രായമുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന നന്ദു. നന്ദു ഏത് സ്കൂളിലാ പഠിക്കുന്നേ? MGM-ലാണോ? ആഹാ. അതാ ക്ലാസ് ടീച്ചർ? ആഹാ, അത് ശരി. സദ്യക്കുള്ള ഇല ഇങ്ങനെ അടുക്കുന്ന. എത്രണ്ണം വെച്ചാ ഇത് അടുക്കുന്നേ? അത് 5 വീതമുള്ള അടുക്കാം. ഓഹോ, അന്നേരം നമുക്ക് എണ്ണ എളുപ്പമായിരിക്കും അല്ലേ? എണ്ണ എടുക്കാം. നമ്മളൊരു 20 അടുക്ക് ഒരു സൈഡിൽ 10 വീതം വെച്ച് കഴിയുമ്പോഴത്തേക്ക് 100 ഇലയാവും. അടുക്കുകൾക്ക് വല്ലതും പ്രത്യേകിച്ച് ക്ലാസ്സിന് വല്ലതും പോയിട്ടുണ്ടോ? വിദ്യാഭ്യാസി അതേ ഉള്ളു. ഇത് അടുക്കുമ്പോൾ ആദ്യമൊക്കെ വലിയ പാടാ. ഇതൊക്കെ പിന്നെ കുറേശ്ശെ നമ്മളിത് ചേട്ടാ ഇങ്ങനെ പാടാന്ന് പറഞ്ഞാൽ മോൻ വളരെ ഈസി ആയിട്ടാണ് എടുക്കുന്നത്. അവന് എല്ലാ കാര്യവും ഈസി. നമ്മളൊക്കെ കുറച്ചുകൂടെ നന്ദു എണ്ണം തെറ്റാ എടുക്കുവോ? എണ്ണൊന്നും തെറ്റത്തില്ല. എല്ലാ കാര്യവും കുറച്ചുകൂടെ നമ്മളെക്കാൾ കുറച്ചുകൂടെ അതെ സൂക്ഷിച്ച് ഞാൻ എടുക്കുന്ന ഒരു ഇല പോലും പൊട്ടാതെ നല്ല പൊട്ടത്തൊന്നുമില്ല. പുള്ളി ഇവിടെ സ്കൂളില്ലാത്ത സമയത്ത് പുള്ളി ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരാളുടെ ജോലി പുള്ളി ചെയ്യും. നമുക്ക് കാര്യങ്ങളിപ്പം ജോലിക്കാരങ്ങ് പോയാലും നമുക്ക് കുറച്ച് ഒരു കൈത്താങ്ങാണ്. ഒരു ഇല കുറച്ച് ഇല എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ചെയ്തോളൂ. പറയണ്ട, അത് നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ അങ്ങ് ചെയ്തോളൂ. അതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞേപ്പിക്കുകയൊന്നും വേണ്ട. ശരിയാ. പിന്നെ വല്ലപ്പോഴും നമ്മൾ അതിനെ ബോണസായിട്ട് ഇച്ചിരി ഫോൺ കാണാൻ കൊടുക്കുകയോ പിന്നെ വെളിയിൽ നിന്ന് വല്ല എന്താ പറയുന്നത് വല്ല ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ആക്കി കൊടുത്താൽ കുഴിമന്തിയോ അങ്ങനെ ചേച്ചിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ ഓർഡർ കൂടും. അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഓടിച്ചു പോകാൻ അത് മതി. പുള്ളി അതുകൊണ്ടായി കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മളില്ലെങ്കിലും അത്യാവശ്യം കൊച്ചു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പുള്ളി മാനേജ് ചെയ്തോളൂ. എന്തോ അച്ഛൻ പറഞ്ഞൊക്കെ ശരിയാണോ? അച്ഛനെ സഹായിക്കുവോ? ആണോ? ഇലയൊക്കെ ഒറ്റയ്ക്ക് അതിലും എടുക്കുവോ? എടുക്കുവോ? പുള്ളി ഈ 1-2 വയസ്സ് എനിക്ക് 1-2 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മൾ ഇത് തുടങ്ങിയതാണ്. അപ്പം കുഞ്ഞിൻ്റെ നാൾ തൊട്ട് പുള്ളിയുടെ ഓർമ്മയ കാലം തൊട്ട് പുള്ളി ഇല കാണുന്നുണ്ട്. പുള്ളി ഇതൊക്കെ കണ്ടാവുള്ളത്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള നമ്മളെക്കാളും കൂടുതൽ ഇതിനെപ്പറ്റി ഞാൻ തന്നെ ചോദിച്ചാൽ പറഞ്ഞ് വാഴ നടാവൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഉണ്ട്. അതിപ്പോ വാഴയുടെ ഇനം തന്നെ ഏതൊക്കെയാന്ന് കഴിഞ്ഞാൽ ഒരു ഇല കണ്ടു കഴിഞ്ഞാൽ ഇന്ന വാഴയുടെ ഇല നമുക്ക് തീർച്ചയായിട്ടും പറയും. അത് ശരി. നല്ലൊരു കർഷകനാ. തരക്കേടില്ല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, ഈ മത്ത ഒത്തിയ കുമ്പളം മുളയ്ക്കുമോ എന്നുള്ളത്. അല്ല, ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന തൊഴില്, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന കാര്യം, നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ മക്കളെയും കൂടെ കാണിച്ച് അല്ലെങ്കിൽ അവരെയും കൂടെ പഠിപ്പിച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് പറ്റുന്ന ഒരു ജോലി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു തീർച്ചയായിട്ടും വലിയൊരു ഭാഗ്യം. ഇപ്പൊ എല്ലാ രക്ഷിതാക്കൾക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടണമെന്നില്ല. അന്ന് നാളെ തന്നെ ഓർഡർ ഉണ്ടോ? അതിനു വേണ്ടിയാണ് ഈ ഇലയൊക്കെ എടുക്കുന്നേ. ആമാ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഒന്ന് പോയാലും ഒരാവശ്യക്കാരൻ വന്നാൽ ഒരു നിരാശരാവണ്ട. സാധനം ഇവിടെ ഉണ്ടെങ്കിൽ പുള്ളി അത് മാനേജ് ചെയ്തോളും. കൊച്ചു കാര്യങ്ങൾ പുള്ളി മാനേജ് ചെയ്തോളും. ഇതിപ്പോ ഒരു കെട്ടായോ? ഇതായടാ ആയോ? ഇതായി. ഇപ്പൊ 100 ഇലയുടെ ഇത് കെട്ടായി. നിമിഷ നേരം ഉണ്ടാണ്ട് അത് കെട്ടുന്നേ കൂടെ നമുക്കൊന്ന് കാണാം. നമ്മൾ കെട്ടി നമ്മളിങ്ങനെ എടുത്ത് കെട്ടി ഒരെണ്ണം പോലും ഡാമേജ് വരത്തില്ല. ഒന്നും വരത്തില്ല. അത് ശരി. ഡാമേജ് എല്ലാം നമ്മൾ വെക്കത്തില്ല. അത് ഡാമേജ് ആക്കുന്ന അവർ കൊണ്ടുപോകുന്ന ഡാമേജ് ആക്കി. ഓ, അങ്ങനെ എടുക്കുമ്പോഴൊക്കെ അവര് പറ്റുന്നില്ല. അപ്പം തിരഞ്ഞെടുപ്പ് പോകാൻ ഇല്ല. നമ്മളിങ്ങനെ അങ്ങോട്ട് ആക്കി
ലെവലാക്കുമോ അല്ലയോ? ലെവലാക്കും. ആഹാ, അത് ശരി. അങ്ങനെ നമ്മുടെ കുട്ടി കർഷകൻ വണ്ടിയിൽ ഇലയൊക്കെ വെട്ടി കൊലയും വെട്ടിയിട്ട് താണ്ടെ പുറകെ കയറിയിരിക്കുകയാണ് കേട്ടോ. അത് കാണാൻ തന്നെ രസമാണ്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കാണാൻ തന്നെ ഇപ്പോൾ ഇല്ല. കണ്ടോ, മിടുക്കനായിട്ട് നിൽക്കുന്നുണ്ടോ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നതിന് മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.